നമസ്കാരം. ഈ പറയുന്ന ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്നുണ്ട്. നമ്മളതിന്ന് കണ്ണടച്ചങ്ങ് ഇവിടെയാണ്. കാരണം കുഞ്ഞു കുഞ്ഞു മോഷണങ്ങളാണ്. പക്ഷേ അതിന് കടന്നിരിക്കുന്നോ എന്നൊരു സംശയം ഇല്ലാണ്ടില്ല. ഇവിടെ കടക്കാവൂരാണ്. കടക്കാവൂർ പോലീസ് സ്റ്റേഷൻ്റെ മൂക്കിന് താഴത്ത് നിന്ന് ഒരുപാട് കടകൾ കുത്തി തുറന്നു. ഇത് അറിയാൻ പറ്റും. ഇവിടെ ജസ്റ്റ് അങ്ങോട്ട് പോയി അത് സ്റ്റേഷനാണ്. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് ഇത്രയും പോലീസ് സ്റ്റേഷനും പോലീസുകളുടെ സ്ഥലത്തു നിന്നാണ് കൊണ്ടുപോയിരിക്കുന്നത്. ചേട്ടാ ഇങ്ങ് വാ. ഹലോ വാ. ഇവിടെ നിന്നെല്ലാം പോയോ? പോയിട്ടില്ല. ആ, നമ്മളെ പൂട്ട് പൊളിച്ചതേ ഉള്ളൂ. നമ്മളെ ലോക്ക് അവർ പിക്കാസ് കൊണ്ട് കുത്തി തുറന്ന് ആരെന്നല്ല അറിയാമോ? ഫുള്ള് മൂടിയൊക്കെ ഇല്ല, അറിയാൻ ഫുള്ള്. പിന്നെ പിക്കാസ് കൊണ്ട് സെൻട്രൽ ലോക്ക് കുത്തി തുറക്കാൻ നോക്കി. കുത്തി തുറക്കാൻ നോക്കാൻ പറ്റിയില്ല. സെൻട്രൽ ലോക്ക് അടിയിലല്ലേ ഇരിക്കുന്നത്. പിക്കാസ് കൊണ്ട് പിടിച്ചിട്ട് വന്നില്ല. വരാത്തതുകൊണ്ട് അവർ തിരിച്ചു പോകാൻ നിന്നിട്ടാണ് അപ്പുറത്തെ കടയിലോട്ട് പോയത്. ഇവിടെ എത്ര കട കയറി? ഇവിടെ ഈ കടയിൽ കയറാൻ നോക്കി, നടക്കാത്തതുകൊണ്ട് അപ്പുറത്തെ കടയിൽ കയറി. പിന്നെ താഴെ ഒരു കടയിൽ കയറി. താഴെയും കയറി? താഴെ കയറി. കയറിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്? അവിടെ നിന്നാണ്, താഴെ നിന്നാണ് വരുന്നത്. ഏത് കടയായിട്ടാ അത്? താഴെ ഒരു തുണിക്കടയാണ്, തൈക്കട, അങ്ങനത്തെയാണ്. ആണോ? അവിടെ അങ്ങ് താഴെ മക്കം ജംഗ്ഷൻ അങ്ങ് പോകണോ അല്ലേ? ഇവിടെയും കയറി അപ്പുറത്തും കയറി. പിന്നെ വേറെ കൊച്ചുതിട്ട വീട്ടിൽ കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. എവിടെ? കൊച്ചുതിട്ട ഗ്യാസ് ഏജൻസിയിലുള്ള ഇവർ രാത്രി ഇറങ്ങിയ ഒരു സ്ഥലമല്ലേ? അവർ കുറേ സ്ഥലം നോക്കി വെച്ചേക്കുക. 1:30 2 മണിയോട്ട് വന്നതാണ് തുടങ്ങിയതാണ്. ഇവിടെ 3 മണിയാണ് ഇവിടെ കയറുന്നത്. ഒരു ഒറ്റ റോബറിയാണ്. 10-15 വീട് എല്ലാത്തിലും ഒരാളേ ഉള്ളൂ. ഒരാളാണ്. ഒരു കടയിലെ CCTV ഇല്ല. ബാക്കി കയറിയെടുത്ത് ബാക്കി ഇവിടുത്തെ സ്ഥിരം മോഷ്ടാക്കളൊന്നും സംശയം ഉണ്ടാകുക? ഇവിടെ മോഷ്ടാക്കൾ നമുക്ക് അറിയത്തില്ലല്ലോ. ഇല്ല, ഇത് സ്ഥിരത അറിഞ്ഞന്നെ കറക്റ്റ് നമ്മളെ കയറുന്ന വാതിൽ ഇതാണ്. കറക്റ്റ് കറക്റ്റ് നോക്കി വെച്ചിട്ട് എവിടെയൊക്കെ വീടുണ്ട്, ആൾക്കാരുണ്ട്. അപ്പുറത്തെ കടയിൽ കയറി നമുക്ക് ഇവിടെ കയറാൻ പറ്റില്ല. അപ്പോൾ ക്യാഷ് കൗണ്ടർ എവിടെയുണ്ടോ അവിടെയാണ് പൂട്ട് പൊളിക്കാൻ നോക്കിയത്. പൂട്ട് ഒരു 10 സെക്കൻഡ് കൊണ്ട് പൂട്ട് പൊളിച്ചു. അകത്ത് കയറിയില്ല. അത് സെൻട്രൽ ലോക്ക് കൊണ്ട് കയറാൻ പറ്റില്ല. അവിടെ സെൻട്രൽ ലോക്കുള്ള കാര്യം അറിയത്തില്ലെന്ന് പറഞ്ഞു. ഓ, പൂട്ട് പൊളിച്ചാൽ കയറാന്നായിരിക്കും വിചാരം. പക്ഷേ ഇവിടെ കയറാൻ നോക്കിയിട്ട് അവർ വെളിയിലോട്ട് പോവില്ല. വെളിയിലോട്ട് പോയിട്ട് പിന്നെയാണ് അപ്പുറത്തെ കട കയറുന്നത്. പക്ഷേ അവിടെ കയറാൻ വന്നതല്ല, ഇവിടെ കയറാൻ വന്നതല്ല. വന്നിട്ട് ഇവിടെ കിട്ടാത്തതുകൊണ്ടാണ് അവിടെ കയറിയിട്ടുള്ളത്. അവിടെ നിന്ന് കാശ് പോയല്ലേ? അവിടെ നിന്ന് ക്യാഷ് കിട്ടുന്നത്. ക്യാഷ് കാലം അവിടെ വെച്ചിട്ട് കട വെച്ചിട്ട് പോകും. അല്ല, എനിക്ക് തോന്നുന്നില്ല, പറയാക്കൂലേ. അത് ഇപ്പം ഇന്നാരിത് ആദ്യമായിട്ട് വെച്ചിട്ടുള്ളത് ചിലപ്പോൾ ക്യാഷ്. അവിടെയും ഒരു പൂട്ട് വിളിച്ചവിടെ ഗ്ലാസ് ആയതുകൊണ്ട് കയറാൻ പറ്റിയില്ല. പിന്നെ അടുത്ത 2ാമത്തെ ഷട്ടർ വിളിച്ചാണ് അകത്ത് കയറിയത്. അപ്പോൾ അതവിടെ അറിയത്തില്ലായിരുന്നു ഈ വഴി കയറാൻ. അവിടെ ആദ്യം വിളിച്ച ഷട്ടറിൽ ഇതായിരുന്നു, ഗ്ലാസ് ഉണ്ടായിരുന്നു. ഗ്ലാസ് പൊളിച്ചവർ? ഗ്ലാസ് ഇല്ല, ഗ്ലാസ് പൊളിക്കാൻ സൗണ്ട് കേൾക്കില്ല. അവരെ പിക്കാസും പാരയാണുള്ളത്. 2 പേരുണ്ട്. ഒരാൾ സഹായിയാണ്, ഒരാൾ അവിടെ നിന്ന് അവർ പറഞ്ഞ് വണ്ടി വരുന്നത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യം പൊളിക്കാൻ നോക്കുമ്പോൾ വണ്ടി വരുന്നതുകൊണ്ട് ഒരു ഓടിക്കളഞ്ഞു. ഓടിക്കളഞ്ഞ ഒരു 10-30 സെക്കൻഡ് കഴിയുമ്പോൾ പിന്നും വരെയാണ് താഴെ. ചേട്ടാ, കള്ളന്മാരെ കൊണ്ട് നിവൃത്തിയില്ലല്ലേ? ഇത് കാലത്തെ ഞാൻ കട തുറക്കാനായിട്ട് വന്ന സമയത്ത് നോക്കിയപ്പോൾ ഇവിടെ 2 പൂട്ടും പൊട്ടിച്ചു. ആ സൈഡ് നോക്കിയപ്പോൾ അവിടെയും പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ എനിക്ക് സംശയം ഒന്ന് ചെറുക്കനെ വിളിച്ച് ചോദിച്ചു, നീ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, വന്നില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്ന് കട തുറന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഈ സൈഡിലെ ഡോറ് പൊട്ടിച്ച് കാണിച്ചില്ലേ? ഇവിടെ റെഡിയാക്കിയത്. ഈ പൂട്ടാ പൊട്ടിച്ചത്? ഇത് ഇങ്ങനെ ലാക്ക് ചെയ്തിട്ട് നമുക്ക് അതെല്ലാം റെഡിയാക്കിയെടുക്കാം. അവിടെയും അതേപോലെ അതേ പൂട്ട് തന്നെയല്ലേ? 2 പൂട്ട്. ഇപ്പോൾ പൂട്ട് മാറ്റിയേട്ടെ? പൂട്ട് മാറ്റി പൂട്ട് കൊണ്ടുപോകുക. ഒരു സെക്കൻഡ് അതിൻ്റെ ഇതിന് എടുത്തിട്ട് പോകും. ഇപ്പോൾ ഇത് 2ഉം പൊടിച്ചിട്ട് അകത്ത് കയറി. ഇവിടെ ഗ്ലാസ് ഉണ്ടായിരുന്നല്ലേ? ഗ്ലാസ് ഉണ്ടായിരുന്ന ബിൽഡിംഗ് അവിടെയായിരുന്നല്ലേ? അപ്പോൾ അവർ ആദ്യം അവിടെ തുറന്നു. അവിടെ ആദ്യം പൊട്ടിച്ചവരല്ലേ? ആദ്യം ഇവിടെ നമ്മളെ ഈ കൂട്ടാണ്. ഇത് തട്ടി പൊട്ടിച്ചിട്ട് ഇത് പൊട്ടിയപ്പോൾ കണ്ണാടി. അവർ ആദ്യം ഇത് പൊട്ടിച്ച് ഇത് തുറന്നപ്പോഴും ഗ്ലാസ്സായി. ഈ ഗ്ലാസ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം സൗണ്ട് വേറെ സൗണ്ടാകും. അതാണ് അവന്മാർ ഇത് തുറന്നു.
ഇത് ഉടനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവിടെ ഞാൻ പൊട്ടിച്ചല്ലേ? 2 പേരുണ്ടായിരുന്നല്ലേ? ചേട്ടാ എത്ര കാശ് പോയി? നമ്മൾ നാശവർഷം എല്ലാം ചേർത്ത് 40,000 രൂപയുടെ അടുപ്പിച്ചു. കാശ് ഉണ്ടായിരുന്നു കടയ്ക്കകത്തുള്ളത്? കാശായാലും കടയ്ക്കകത്ത് വെച്ചിട്ട് പോവോ മനുഷ്യ? നമ്മൾ വെച്ചിട്ട് വന്നാൽ വെള്ളിയാഴ്ച നമ്മൾ ശനിയാഴ്ച കൊണ്ടുപോയി അക്കൗണ്ടിൽ ഇടുന്ന പൈസ. അത് കൊണ്ടുപോയി ഇടാനായിട്ട് നമ്മൾ പോയപ്പോൾ എനിക്ക് അന്ന് ഇത്തിരി ഇത് ബുദ്ധിമുട്ടെന്നതാല ഞാൻ പോയില്ല. ഇല്ലെങ്കിൽ നമുക്ക് അന്ന് ഈ പൈസയും പോകില്ല. എന്ത് ചെയ്യാൻ പറ്റും? ക്യാമറ എല്ലാം പിടിച്ചാ? പിടിച്ചെന്ന് വേഗ കാണിച്ചെന്ന് പറയും. അല്ല ആരെയും പിടിച്ചില്ലേ? വേറെ പിടിച്ചില്ല. പിടിക്കാതെ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അത് ട്രാക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയും. വേറെ അല്ല, നാട്ടിലൊക്കെ ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് വിത്തിൻ സെക്കൻഡ്സ് തന്നെ, കാരണം ഒരു ഹിസ്റ്ററിയൊക്കെ പോലീസിൻ്റെ കയ്യിലുണ്ട് ആരൊക്കെയാണ് ഇങ്ങനെ. കാരണം അത് ഇത്രയും വിദഗ്ധമായി ചെയ്യണമെങ്കിൽ സ്ഥിരം മോഷ്ടാവായിരിക്കും. അവിടെ അവർ ചെയ്യുന്നത് എന്താ? അവർ ഇട്ടിരിക്കുന്ന ഗ്ലൗസ്, ഷൂവ്, കട്ടറ്, കമ്പിപ്പാറ ഇതെല്ലാം കൊണ്ടുവന്നു. പ്രൊഫഷണൽ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ആ വണ്ടി വരുന്ന സമയത്ത് അങ്ങ് ബാക്കി നടന്നത്. കട കുത്തി തുറന്ന് കടയ്ക്കകത്ത് കയറി ഏകദേശം 40,000 രൂപയോളം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇതൊന്നുമല്ല, പോലീസ് സ്റ്റേഷനിൽ ഏകദേശം തൊട്ടടുത്താണ്, ഒരു 10 മീറ്റർ പോലും ഇല്ല. ഏകദേശം നടന്ന് പോകാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. നടന്ന് പോകാതെ അവിടെ അങ്ങോട്ട് നോക്കിയാൽ കാണാം സ്റ്റേഷൻ. ഇത്രയും അടുത്ത് കിടന്നിട്ടാണ് നമുക്കിത് സംഭവിച്ചത്. കടയ്ക്കവർ ഏകദേശം ഈ മാസം തന്നെ ഇഷ്ടംപോലെ മോഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതായിട്ട് വേറെ ഒന്നും ഇതുവരെ നടപടി ഒന്നും സ്വീകരിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ ഈ പറയും പോലെ ആറ്റിങ്ങിലൊക്കെ മോഷണം നടന്നപ്പോഴത്തേക്ക് നമ്മൾ ബഹുമാനപ്പെട്ട ജോർജ് സാറ് വിത്തിൻ സെക്കൻഡ്സ് പറഞ്ഞു ഇന്ന ആളാണ് ഇവിടെ ഉള്ള ആളാണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അയാളെ എടുത്തുകൊണ്ട് പോയി. കാരണം അങ്ങനെ ഈ സ്ഥിരം മോഷ്ടാക്കളെ രീതി കാണുമ്പോൾ പറയാൻ പറ്റും. ഗ്ലൗസ് മറ്റ് കമ്പിപ്പേര വ്യത്യാസം ഇതൊക്കെ സ്ഥിരം മോഷ്ടാക്കളാണ്. എത്രയും പെട്ടെന്ന് പിടി വീഴും. കള്ളന്മാരൊന്നും പഴയ ലോകമല്ല, പഴയ രാജ്യമല്ല, പഴയ സംസാരമല്ല, പഴയ കേരളമല്ല അല്ലേ? ഒരുപാട് മാറിപ്പോയി. നമ്മളെ എന്താ ഇൻ്റലിജൻസ് എല്ലാം വേറെ ലെവലിലാണ്. എന്തായാലും പിടിക്കും. ഈ പിടികൂടുമെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ പരിപാടിക്ക് പോകണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും വിത്തിൻ ഡേയ്സ്, അപ്പോൾ 2 ദിവസമായി. ഇപ്പോൾ വിത്തിൻ ഡേയ്സ് എന്നുള്ള ഒരു അകത്താവും. അപ്പോൾ ആ വാർത്തയായാലും ഞാൻ വരാൻ ചേട്ടാ. എക്സ്പ്രസിനുണ്ട് ക്യാമറമാൻ അനീഷ് ബംഗലപുരത്തിനൊപ്പം ശ്രീത്തുമാരെ അവസാനിക്കും.